ശബരിമലയിൽ ദർശനത്തിനായി ഇന്നും അയ്യപ്പ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം 64,915 പേരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. തിരക്ക് വർദ്ധിച്ചിട്ടും ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് തീർത്ഥാടകർക്ക് ആശ്വാസം പകരുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, എന്തായാലും ആശ്വാസകരമാണ്, ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. സുജിത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്കുണ്ടെങ്കിലും കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്ന ആശ്വാസകരമായ വാർത്തയ്ക്ക് പിന്നിൽ എന്താണ്? അതെ രാജേഷ്, തീർച്ചയായും ഇപ്പോൾ ഭക്തർക്ക് സുഖദർശനം ലഭിക്കുന്നു. ഇത്തവണത്തെ ഈ തീർത്ഥാടന കാലത്തെ ആദ്യ ദിവസങ്ങൾ മുതലുള്ള ഒരു പ്രത്യേകത അത് തന്നെയാണ്. അവർക്ക് നന്നായി ദർശനം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിൽ എത്രത്തോളം ഭക്തരാണ് ഇപ്പോൾ സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നതെന്ന്. ഫ്ലൈ ഓവർ പൂർണ്ണമായും ഒരു നിറഞ്ഞു കവിയുന്നില്ല എങ്കിലും ഫ്ലൈ ഓവറിൽ നിറഞ്ഞുള്ള ഒരു ഭക്തരുടെ ഒരു കാത്തുനിൽപ്പാണ്, ഭക്തരുടെ ഒരു നിരയാണ് കാണാൻ സാധിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടൊരു പ്രത്യേക നിര ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കോ അവരോട് മറ്റു അംഗപരിമിതരായ ആളുകൾക്കൊന്നും തന്നെ ഇത്തരത്തിലുള്ള വലിയ നിരയിൽ കടന്ന് കൂടുതൽ സമയം നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവർക്ക് അത്യാവശ്യം കുടിവെള്ളം, കൃത്യമായി കുടിവെള്ളം എത്തിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരയിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡ് എടുക്കുന്നത്. ചുക്കുവെള്ളം അവരുടെ അരികിലേക്ക്, നിരയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പോലീസിൻ്റെ ഒരു സേവനമാണ്. പോലീസ് സന്നിധാനത്ത് ഭക്തരോട് വളരെ മാന്യമായി പെരുമാറുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു രീതിയിലും ഭക്തരെ പിടിച്ചു തള്ളുകയോ സോപാനത്തിൽ നിന്നും ഭക്തരോട് അപമര്യാദയെ പെരുമാറുകയോ ചെയ്യുന്നില്ല. കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗാർഡുകളാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്, പോലീസാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന ഗാർഡുകളും ദേവസ്വം ബോർഡും പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഇത് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് കൃത്യമായ ബാഡ്ജ് ധരിച്ചാണ് സന്നിധാനത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. സോപാനത്ത് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരും കയ്യിൽ പ്രത്യേക ബാഡ്ജ് ധരിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു ബാഡ്ജ് ധരിച്ചിരിക്കുന്നത്. എന്തായാലും സന്നിധാനത്ത് ഇപ്പോൾ ഉഷപൂജയുടെ സമയമാണ്. എങ്കിലും ആ പൂജാ സമയത്തിന് തൊട്ടു മുമ്പ് പരമാവധി ഭക്തർക്ക് ദർശനം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. രാവിലെ പല സമയങ്ങളിലായി പ്രത്യേക പൂജകളുള്ളപ്പോൾ ഭക്തരെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ക്രമീകരണമുണ്ട്. എന്നാൽ ഇപ്പോൾ ഭക്തർക്ക് ദർശനം ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട് സുജിത്ത്, തിരക്കുണ്ട്, എന്നാലും ആരും അധികം നേരം നിൽക്കേണ്ടി വരുന്നില്ല എന്നാണ് സുജിത്ത് സന്നിധാനത്ത് നിന്നും തത്സമയം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്.